സീസൺസ് ഇൻ ഫാമിലി, കുടുംബജീവിതത്തിൻ്റെയൊക്കെ കടന്നു വരികയാണ്. പ്രകൃതിയിലെ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എല്ലാം കണക്റ്റഡാണ്. നമ്മളെല്ലാം ദൈവാത്മാവിൽ. ഇത് ഈ ഒരു വചനം എൻ്റേതല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ കോൺഫറൻസിന് പോയിട്ട് വന്നിട്ട് പറഞ്ഞതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായതുകൊണ്ട് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യങ്ങളെല്ലാവരും അറിയുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് 6 സീസൺസ് ഉണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ. 6 സീസൺസ് നമ്മുടെ ജീവിതത്തിലും സത്യം പറഞ്ഞ 6 സീസൺസ് ഉണ്ട്. വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമത്കാലം ആൻഡ് ശിശിരകാലം. ഇതൊക്കെ ചിലർ പറയുന്നത് കാണാം. ദീസ് ആർ ബ്യൂട്ടിഫുൾ ആക്ച്വലി അറിഞ്ഞിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ ഇച്ചിരൂടെ എളുപ്പമാണ് പറയാൻ. സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, അത് കഴിഞ്ഞാൽ ഉടനെ മൺസൂൺ. നമുക്കിപ്പോൾ മൺസൂൺ സീസണാണ്. അതുപോലെ അത് കഴിഞ്ഞ് ഓട്ടം, പ്രീ വിൻ്റർ ആൻഡ് വിൻ്റർ. ജീവിതത്തിൽ നമ്മൾ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു കഴിഞ്ഞ് നമ്മളൊരു ഭവനത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ എന്നേക്ക് നമ്മൾ ജീവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ പെൺകുട്ടിയെ 20 വയസ്സിനകം അവൾ ആരെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിരിക്കണം. ചെറുപ്പത്തിലേ തന്നെ. ഈവൻ ആൺമക്കൾക്കും അത് അത്യാവശ്യമാണ്. അവരാരെന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. നമ്മൾ ഈ സ്ത്രീകൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ശരിയല്ല. പുരുഷന്മാർക്ക്, ആൺമക്കൾക്ക് അവരുടെ വ്യക്തിത്വം എന്തെന്നും അവരാരെന്നും പറഞ്ഞു കൊടുക്കാൻ ഇപ്പം വളരെ കോൺഫറൻസുകൾ കുറവാണ്. എല്ലാവരും സ്ത്രീയിൽ സെൻറ്റർ ചെയ്യുന്ന ഒരു കണക്കിൽ അമ്മമാരെ മക്കളെ പഠിപ്പിക്കും. പക്ഷെ അമ്മമാർക്ക് അറിയത്തില്ല, പിന്നെ എന്നാ ഗുണം? ദാറ്റ് ഈസ് ദ പ്രോബ്ലം നൗ. അപ്പോൾ അമ്മമാർ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടുകൂടി ഏതോ ഒരു വലിയൊരാൾ, എനിക്കറിയാവുന്ന ഒരു ബാങ്ക് ഓഫീസർ പറയായിരുന്നു, ഇപ്പം ആൺമക്കൾ പഠിച്ചെടുക്കുന്നത് സെർവൻസ് കൾച്ചറാണ്. കാരണം അമ്മ ജോലിക്ക് പോയിട്ട് വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീകളുടെ കൾച്ചറാണ് അവർ ചെറുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്, അല്ലെ ആയകളുടെ. ദാറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ. അവർ ഭൂമിയിൽ ലോകത്തിൽ ഇറങ്ങി നടന്ന് യുദ്ധം ചെയ്ത് ജയിക്കേണ്ടവർക്ക് അവർക്ക് ഒരു ഉൾബലം അവിടെ കിട്ടുന്നില്ല. ബിക്കോസ് ആ മദറാണ് കൂടെ നിന്നിട്ട് ആ ശക്തിയുമായിട്ടുള്ള ആ ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുക. അന്നേരമൊന്നും അവരില്ല, നമ്മളില്ല അവരുടെ കൂടെ. ഇറ്റ് ഈസ് എ ബിഗ്, ഒരു വലിയൊരു ഡിഫക്റ്റാണ് അവർ. അത് ഇപ്പോഴൊന്നുമല്ല, നേരത്തെ തലമുറയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ അത് വേഴ്സ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ, ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ, അവർക്ക് ഇഷ്ടമുള്ള ഒരുത്തന്നെ അവളെ കുഞ്ഞിനെ കൊല്ലുമ്പം കുഞ്ഞു മരിക്കുന്നത് കാണാതിരിക്കാൻ മാറി നിന്ന് കൊടുത്തെന്ന്. അതൊക്കെ അങ്ങോട്ട് ഓർക്കുമ്പോഴേ നമ്മൾ സത്യത്തിൽ അതൊക്കെ അങ്ങോട്ട് ഓർത്താൽ അതിനൊക്കെ ആഴം എന്തുമാത്രം മനുഷ്യൻ ഇത്ര മൃഗത്തെക്കാട്ടിലും മോശമായിട്ട് പോകുന്ന ഒരു തലമുറ ഉണ്ടാകുമ്പോൾ സ്വർഗം എങ്ങനെ ഇത് കണ്ടു നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒരിക്കലും നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ കൽപ്പിച്ച് തന്നെ പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുകയാണ്. ഒരിക്കലും ഇത് തലമുറകളിൽ പോലും ഉണ്ടാകരുത്. നാശങ്ങൾ ശപിക്കപ്പെട്ടത് അഴിഞ്ഞു പോകട്ടെ. ഒരു 20 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം. പുരുഷനും സ്ത്രീക്കും ബാലനെ പോകേണ്ട വഴിയിൽ പഠിപ്പിച്ചെടുക്കണം. അതിന് പിന്നെ പ്രായമായാലും അത്. പക്ഷെ പഠിപ്പിച്ചെടുക്കേണ്ടത് എപ്പോഴാണ്? ബാല്യത്തിലാണ്. ഈ ബാല്യകാല സമയത്ത് ഇപ്പം ഈ ന്യൂക്ലിയർ ഫാമിലി ആയതോടുകൂടി പിന്നെ ജോലിക്ക് ലോകം മുഴുവനും പോകാവുന്ന ഒരു ചാൻസായിട്ട് ഗ്രാൻഡ് പാരൻസ് കൂടെ ഇല്ലാത്തതിനാൽ വാല്യൂസ് നഷ്ടപ്പെടുന്നു. ഈ വാല്യൂസ് എവിടെ? ഇപ്പം എൻ്റെ മക്കൾ തന്നെ, എൻ്റെ മക്കളെല്ലാം പുറത്താണ്, അമേരിക്കയിലാണ്. അപ്പം ഞങ്ങൾ അവിടെ തന്നെ അമേരിക്കയ്ക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ 2 മാസം അമേരിക്കയ്ക്ക് പോയി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഹോളിഡേ സീസണാണ്. അവരെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദിനംപ്രതി പ്രാർത്ഥിക്കുന്നതിൻ്റെയും ദൈവാത്മാവിൽ പക്വത വന്നിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ കാണുമ്പോൾ അവർക്കതൊരു വലിയ എക്സാമ്പിൾ. അഡീഷണലി പലപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നു, നമ്മൾ അവിടെ ചെല്ലുമ്പം കൊച്ചുമക്കൾ നമ്മളോടാണ് അവരുടെ സീക്രട്ടുകളെല്ലാം പറയുന്നത്. പക്ഷേ എൻ്റെ കൊച്ചുമോൾ 11 വയസ്സ്, അവൾ അവളുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പം അവളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അതുപോലെ ആൺമക്കളാണെങ്കിലും ഒരു അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം നമ്മളിൽ നിന്ന്, ഗ്രാൻഡ് പാരൻസിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പനും അമ്മയും അത് ചെയ്യണം, ഇത് ചെയ്യണം, ക്ലാസ്സിൽ ഫസ്റ്റാണ്, നമ്പർ 1 ആണ്, അത് കളിക്കാൻ പോകണം, ഇത് കളിക്കാൻ പോകണം, ഇതിൽ നമ്പർ 1, ഇങ്ങനെയൊക്കെ നമ്മൾ കിടന്ന് അപ്പനും അമ്മയും ബഹളം പഠിക്കുന്നത് നമ്മൾ ഗ്രാൻഡ് പാരൻസ് പറയും. എൻ്റെ കൊച്ചുമോന് ബാസ്കറ്റ് ബോൾ കളിക്കുന്നവന്, അവന് അത് കളിക്കാൻ പോകുന്നത്, ഇത് കളിക്കാൻ പോകുമ്പോൾ ഞാൻ തിരിച്ചു പറയും, ദേഹത്ത് ആപത്തൊന്നും കൂടാതെ ദൈവം സൂക്ഷിക്കും. എനിക്ക് ജയിച്ചോ തോറ്റോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. സീ ദ തിങ്, ദ ഡിഫറൻസ്. അവരുടെ ആരോഗ്യത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കുഞ്ഞിന് ആപത്തൊന്നും ഉണ്ടാകാതെ വല്ലവനും വന്ന് ബോട്ടിൽ വന്ന് തല്ലിയിട്ട് തലയടിക്കാനും പിടിക്കാനും ഒന്നും ഇടയാക്കരുത്. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന. ജയമോ തോൽവിയോ അത് വേറെ കാര്യം, ദൈവം ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ ചിന്തയുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ അപ്പനും അമ്മയും അങ്ങനെയല്ല, ജയിച്ചു നോക്കത്തുള്ളൂ ഫസ്റ്റ് എന്നെ മനസ്സിലായോ? അപ്പനമ്മമാരാണ് ഇപ്പം പഠിക്കുന്നത്.
കുഞ്ഞുങ്ങളെക്കാട്ട്. അപ്പോൾ ഒരു കാലങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ആരെ എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ്. അറിയണം, ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ ആരെന്നറിയണം. അത് കഴിഞ്ഞിട്ട് 25 വയസ്സാകുമ്പോഴത്തേക്ക് ഷീ നോസ് ഹെർസെൽഫ്, പഠിച്ചു എന്തെങ്കിലും ആയി, പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കയറുകയാണ്. പിന്നെ ഒരു ശുശ്രൂഷയുടെ സമയമായിട്ടാണ് ഒരു പറയുന്നത്, ത്യാഗം സഹിക്കുന്ന സ്ത്രീയുടെ ഒരു ജന്മനാ ക്യാരക്ടറെ കൊടുക്കുന്ന, അതായത് അമ്മയുടെ ഹൃദയമാണ് ഒരു സ്ത്രീക്ക് എപ്പോഴും ഉള്ളത്. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. 5-8 മക്കളുള്ള കുടുംബങ്ങളിൽ മൂത്ത ഒരാൾ പെൺകുട്ടിയാണെങ്കിൽ അമ്മയ്ക്ക് നേരെ ഇല്ലാത്ത ആ മൂത്ത പെൺകുട്ടിയായിരിക്കും അമ്മയായിട്ട് ആക്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആരും പഠിപ്പിച്ചല്ല, ഇൻബോൺ ഇൻ ദം ഇറ്റ് ഈസ് ദെയർ. 2 കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയില്ലെന്നിരിക്കട്ടെ, മൂത്ത കുട്ടിയോ ഇളയ കുട്ടിയോ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയായിരിക്കും മറ്റേ കൊച്ചിനെ കൂടെ നോക്കുന്നത്. ദിസ് ആർ ഇൻബെഡഡ് ആൻഡ് നാച്ചുറലി ഗിവൺ ബൈ ദ ലിവിങ് ഗോഡ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് 30 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സാകുമ്പോഴത്തേക്ക് 40-45 വയസ്സായപ്പോഴത്തേക്ക് നമ്മൾ ത്യാഗപൂർണമായ ജീവിതമായി കുടുംബത്തിനെ പൊക്കിക്കൊണ്ടുവന്നു, കുഞ്ഞുങ്ങളുടെ പഠിപ്പീരായി. ഇതൊക്കെ നേരത്തെ കല്യാണം നടക്കുന്നത്. ഇപ്പം 30 കഴിഞ്ഞിട്ട് കല്യാണമെങ്കിൽ ഇത് ടൈം നീണ്ടു പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്തം, കുഞ്ഞുങ്ങളുടെ വിവാഹം, കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ പഠിപ്പിച്ച് വരുമ്പോൾ എന്തെങ്കിലുമായിട്ട് ഇത് ക്രമം ഇങ്ങനെയാണ്. എന്നാൽ ഈ ത്യാഗപൂർണമായി സഹിച്ച് കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് അവിടെ ഐശ്വര്യമുണ്ട്. എന്നാൽ അത് നടക്കാത്ത ഭവനങ്ങളിൽ എവിടെയോ വിട്ടുവീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒന്നും നേടിയിട്ടില്ല എന്നൊരു ചിന്ത നമുക്ക് ബുദ്ധിശൂന്യമായി പോയി. ഞാൻ ജോലിക്ക് പോകേണ്ടതായിരുന്നു, എൻ്റെ ജീവിതം വിലയില്ലാതായിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള സമയത്തിലാണ് ഈ 40 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരും. 40 വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പീരിയഡാണ് 40, 42, 43, 45 ആകുമ്പോഴത്തേക്ക്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കാരണം അവരിന്ന് വരെയും 40 വയസ്സിന് മുമ്പ് നേടിയെടുക്കേണ്ടതൊന്നും നേടിയിട്ടില്ല. അതൊക്കെയാണ് ചിന്തകളാണല്ലോ ഇതെല്ലാം. ഇത് പിന്നെ അവസാനം വീട്ടിൽ വലിയ കലഹമാണ്. പിന്നെ കാലങ്ങൾ അങ്ങോട്ട് മാറുമ്പോഴാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഏതൊരു സമയത്തും ഡിവോഴ്സ് വരും. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ഡിവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും ഇപ്പോഴും ഇവിടെ കാലങ്ങളിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ഡിവോഴ്സ് ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ളവരെ പോലും. ഇറ്റ് ഈസ് ക്രീപ്പിംഗ് ഇൻ ദ ഫാമിലി. ഇതൊരു ഒളിഞ്ഞു കയറി വരുന്ന ഒരു അപകടമാണിത്. ഇതൊരു അപകടം തന്നെയാണ്. ആക്സിഡൻറ്റ് പോലെ തന്നെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ശാപം. അത് മാറണം. നമ്മൾ ആദ്യകാലം ഒരു സ്ത്രീ ഒരു വിവാഹം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവർക്കൊരു ഹണിമൂൺ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നു. ഇപ്പോൾ ഹണിമൂൺ പോയിട്ട് നോമൂണായി മാറിയെന്ന് പറയുന്നു. അത് കറക്റ്റല്ലേ? ഹണിമൂണില്ല, ഇപ്പം നോമൂണാണ്. ജീവനില്ലാത്തത്. നമുക്ക് സമയമില്ലെന്നൊക്കെ പറയുമ്പോൾ ഒന്നിനും നമുക്ക് സമയമില്ല. എപ്പോഴാണ് സമയമില്ലാത്തത്? രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി അല്പസമയം കൊടുക്കുന്നില്ല എങ്കിൽ അന്ന് ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും സമയമില്ലാത്ത പ്രവൃത്തിയാണ്. പിന്നെ വെപ്രാളം, വിപ്രതി. പിന്നെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പം വേറൊരാൾ വന്ന് ചോദിച്ചാൽ അവരോട് വഴക്ക്. പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഈ ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പം മക്കളായിരിക്കാം, ചിലപ്പം ഭർത്താവായിരിക്കാം, നമ്മളവരോട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് എങ്ങുമില്ലാത്ത ദേഷ്യം വരും. കാരണം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ അവർ കണ്ടു പ്രവർത്തിച്ചില്ല, അതിന് പറഞ്ഞു പോലും ഇല്ല. സ്ത്രീകളുടെ മനസ്സ്, ഈ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു സമയത്ത് 10 കാര്യം നമുക്ക് ചിന്തിക്കാൻ അറിയാം. അത് നമ്മുടെ ക്യാരക്ടറാണ്. ഈ 10 കൈയുള്ള ചില പടങ്ങൾ കണ്ടിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു സമയത്ത് ഇപ്പം ഞാൻ അടുക്കളയിലോട്ട് വരണമെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു തീർക്കും. എനിക്കെങ്ങനെ എൻ്റെ കൂടെ ആരും നിൽക്കത്തില്ല. ബിക്കോസ് ഐ എം വെരി ഫാസ്റ്റ്. അതെൻ്റെ മനസ്സിൽ ഞാൻ ഒന്ന് കഴിഞ്ഞതിന് മുമ്പ് വേറൊന്ന് കണ്ടു കഴിഞ്ഞു. എന്തായി അത് ക്ലിയറായിട്ട് ഭംഗിയായിട്ട് ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ഭംഗിയായിട്ടും രുചിയായിട്ടും വരും. പക്ഷേ കൂടി വന്ന 1 മണിക്കൂറിന് ഞാൻ ജോലി തീർത്തിരിക്കും. പിന്നെ ക്ലീനിങ് പറ്റുമുണ്ടെങ്കിൽ നമ്മൾക്ക് സഹായിക്കാൻ ആരെങ്കിലും അല്ലെങ്കിൽ ചിലപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് ക്ലീൻ ചെയ്തും വെക്കും. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഇത്. അപ്പം നമ്മളത് അത്രയും സ്പീഡായിട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ മനസ്സുകൊണ്ട് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ലവരും എന്തെങ്കിലും കുട കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഷൂസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയില്ലാത്ത ദേഷ്യം വരും. കറക്റ്റല്ലേ? ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലില്ലേ? ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ രാവിലെ പോകും, സ്കൂളിൽ പോകും. തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. അവരുടെ വീട്ടിൽ എന്നും രാവിലെ മുട്ടം കരച്ചിലാണ്. കൊച്ചിനെ അടിക്കുന്നു, കൊച്ചിനെ ഉടുപ്പിടിപ്പിക്കുന്നു. പക്ഷെ എല്ലാ ദിവസവും അവിടെ വഴക്കാണ്. അപ്പം ഞാൻ ചിന്തിക്കും, എന്തിനാണ് ഈ രാവിലെ ഈ കൊച്ചിനെ അടിക്കുന്നത്? അവനനുസരിക്കത്തില്ല. അനുസരിക്കാത്തതിനെ അടിച്ചേ പഠിപ്പിക്കൂ. അപ്പോൾ ഈ സ്ത്രീയുടെ ഈ ഫ്രസ്ട്രേഷനാണ് ഈ കൊച്ചിൻ്റെ മേൽ ചെല്ലുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് കണ്ട് പ്രവർത്തിക്കാൻ പുരുഷനൊട്ട് അറിയത്തുമില്ല. മനസ്സിലായി? ഇപ്പോൾ ഈ സ്നേഹമെല്ലാം പോയി
ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവരെന്തെങ്കിലും വന്ന് ആ കൂടെ കലഹമായി. ഇത് ജീവിതത്തിൽ മിക്ക കുടുംബങ്ങളിലും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുപരിയായിട്ട് വിവാഹം എന്ന് പറയുന്ന ഒരു കൂദാശ അല്ലെങ്കിൽ ഒരു കവനൻ്റായിട്ട് ഒരു ഉടമ്പടിയായിട്ട് കണ്ടിട്ട് നമ്മൾ ദൈവത്തോട് ഉടമ്പടി എടുത്തത് എത്രയോ ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാനും എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ ഈ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാം, മരണം വരെ ജീവിക്കാമെന്നൊരു വലിയ പ്രോമിസ് കൊടുക്കുന്നതിന് യാതൊരു വിലയുമില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ദൈവത്തോടുള്ള കവനം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ നിങ്ങളോടായിട്ട് തന്നെ അറിയാൻ പറ്റും, എങ്ങനെ പോയാലും ഇപ്പോൾ സമൂഹം മുൻപോട്ട് പോകുകയാണല്ലോ, എങ്ങനെ പോയാലും നിങ്ങളുടെ വിവാഹം ചർച്ചിനകത്തോ സഭയ്ക്കകത്തോ നടത്തണം. ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ, വലിയ പിന്നെ പ്ലേ ഗ്രൗണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ റിവർ സൈഡിൻ്റെ സ്ഥലം എടുത്തിട്ട് വലിയ കൺവെൻഷൻ അവിടെ വിവാഹവും നടത്തും, അത് കഴിഞ്ഞിട്ട് അവിടെ റിസപ്ഷൻ. അത് ശരിയല്ല. ഈ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഉപദേശമായിട്ട് തന്നെ പറയുന്നത്, ആരെന്നെ കേൾക്കുന്നവരോട് പറയും, ചേർച്ച് വെച്ച് തന്നെ കവനൻ്റായിട്ട് ഉടമ്പടിയായിട്ട് ആ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ വിവാഹം നടത്തിയാൽ ദൈവത്തിന് മാനം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സഭയ്ക്കകത്ത്. സഭയുടെ ആളുകൾ ചുറ്റും ഇരുന്ന് ഇവർ വാഗ്ദത്തം ചെയ്ത് അതിലെ മണൽപ്പുറത്തോ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ മുകളിലോ കയറി ഹെലികോപ്റ്ററിലോ കയറിയിട്ടല്ലെന്നേ നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സമയമില്ലെന്ന് നമ്മൾ പറയുന്നു. ഇതിനൊന്നും കർത്താവ് വേണ്ടാത്തതിനെല്ലാം നമ്മൾ സമയം കണ്ടുപിടിക്കുമല്ലോ. ഞാൻ ഈ അമേരിക്കയിലൊക്കെ പോകുമ്പം കാണുന്ന ഒരു സത്യമാണ്, നമ്മുടെയൊക്കെ കാലങ്ങളിൽ നമ്മുടെ ഇവിടങ്ങളിൽ പെൺകൊച്ചിൻ്റെയും കല്യാണം നടത്തുമ്പം പെൺകൊച്ചിനെയും പുരുഷനെയും ചെറുക്കനെയും ഒരു കാര്യം നമ്മൾ ചെയ്യിപ്പിക്കൂല, അവരെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം ചെയ്യണം. എത്ര ടേബിൾ, എത്ര ആളുകൾ, എത്ര പൈസ, എല്ലാം ഇവരുടെ തലയ്ക്കകത്തൂടെ പോയി കല്യാണത്തിൻ്റെ തലേ ദിവസം ഇവർക്ക് തലകറങ്ങി വീഴുന്ന അവസ്ഥ വരും. കാരണം എല്ലാം അവരുടെ ഇഷ്ടത്തിന് അവരുടെ പ്ലാൻ അനുസരിച്ച് നടന്നില്ലേ അവർക്ക്. അവരുടെ കൂടെ വരുന്ന പെൺമക്കളുടെ കൂടെ വരുന്ന കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഏത് വസ്ത്രം ഉടുക്കണം, അതിൻ്റെ ഏത് സ്റ്റൈലായിരിക്കണം, ഇതെല്ലാത്തിനും ശ്രദ്ധ ചെലുത്തിയേച്ച് ദൈവത്തിൻ്റെ കൂദാശയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ വെറുതെ കാശ് കളയല്ലേ, വെറുതെ സമയം കളയുകയല്ലേ. രണ്ടുപേരൊന്നിച്ച് കൂടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. രണ്ട് വ്യത്യസ്ത വ്യക്തികളെ ദൈവം കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ക്രിസ്തുവാകുന്ന ആ മൂലക്കല്ല് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ചരടില്ല എങ്കിൽ മുപ്പിരിച്ചരട് മുപ്പിരിച്ചരട് വേഗത്തിലറ്റു പോകത്തില്ല എന്നാണ് പറയുന്നത് വചനം. മുപ്പിരിച്ചരട് എക്ലീസിയാസ്റ്റിക്സ്, അതായത് സഭാപ്രസംഗം 4:12. മുപ്പിരിച്ചരട് 3 ചരട് കെട്ടുന്നതിൻ്റെ നടുത്തെ മെയിൻ ചരട് ക്രിസ്തു അല്ല എങ്കിൽ വെറുതെ കാണിക്കാനുള്ള കുടുംബജീവിതമാണ് ഇത്. യേശു ഉണ്ടായിട്ട് ജീവിക്കാൻ പ്രശ്നം, പിന്നെ യേശു ഇല്ലാത്തവർ ഓരോ വ്യക്തികൾ വന്നിച്ച് ഓരോരുത്തർ വന്നിച്ച് പറയും അവരുടെ പിള്ളേർ മുസ്ലിങ്ങളെ കെട്ടാൻ പോവുക അല്ലെങ്കിൽ വേറെ ആളെ കെട്ടാൻ പോകുന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും ഇപ്പം. കാരണം ക്രിസ്തുവാകുന്ന മുപ്പിരിച്ചരടിൻ്റെ മെയിൻ കണ്ണിയെ അവഹേളിച്ച് അവഗണിച്ച് നമ്മളൊരു കാര്യത്തിൽ എൻ്റർ ചെയ്യാൻ നിൽക്കത്തില്ല, അത് നിൽക്കാൻ പോകുന്നില്ല. ഷുവറാണ്. പിന്നെ ഒരാൾക്ക് മാനസാന്തരപ്പെട്ട് ഏങ്ങിത്തേങ്ങിയൊക്കെ പിന്നെ അങ്ങ് ജീവിച്ചു പോകും. അതല്ല ഞാനീ പറയുന്നത്, അനുഗ്രഹ കുടുംബജീവിതം. അതുകൊണ്ട് ദൈവം സ്ഥാപിച്ച ഈ നല്ല സ്ഥാപനമാകുന്ന വിവാഹത്തെ കുടുംബജീവിതത്തിന് അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കും. അതിന് ചേർന്ന പള്ളിയിൽ തന്നെ വെച്ച് കല്യാണം നടത്തുന്നു, അല്ല സഭകളിൽ നടത്തണം. അതിന് ചേർന്ന വസ്ത്രധാരണമായിരിക്കണം, അതിന് ചേർന്ന ശുശ്രൂഷയായിരിക്കണം. അതിന് ഒത്തിരി പേരെ വിളിച്ചു കൂട്ടി നമ്പർ കൂട്ടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നവരെ മാത്രം വിളിച്ചുകൊണ്ട് വന്ന് നടത്തുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിക്കുക. പിന്നെ ഓരോ കൾച്ചറാണ്, നമുക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അന്നൊന്ന് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും ബാലൻസ് കണ്ടാൽ നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ ക്രിസ്തുവിനെ നടുക്ക് വെച്ചിട്ടുള്ള വിവാഹ ജീവിതം തുടങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. പല സീസൺസ് ഉണ്ട് ജീവിതത്തിൽ. ഒരു കർത്താവെ, ആദ്യമേ നമ്മളൊരു ഒരു ലെവൽ, ഒരു 20 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങണം. അതധികം താമസിച്ച് പോകുന്ന കാലമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ സീസൺ മാറുന്നുണ്ടോ? ഇല്ലല്ലോ.
അതുകൊണ്ട് നീ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ അടുത്ത തലമുറ, അടുത്ത പിന്നെ കൊച്ചുമക്കളിലൊക്കെ ഈ ഒരു ദൈവത്വത്തിൻ്റെ ആത്മാവിനെ ഇട്ടുകൊടുത്തിട്ട്, കർത്താവിൻ്റെ പക്വതയുള്ള ആത്മാവ് കൊടുത്ത് സ്നേഹമുള്ള ദൈവാത്മാവുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ഒന്നിച്ച് ചേരാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമല്ലാത്ത ഒറ്റ വ്യക്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുക്ക പോലും വരുത്തില്ല. വന്നു കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് കഷ്ടപ്പെട്ട് എന്ത് പ്രയാസപ്പെട്ട് അതിൽ നിന്ന് ഊരിപ്പോകുന്നത്. എന്നാൽ ഈ കുഞ്ഞുങ്ങളൊട്ട് ചോദിക്കത്തില്ല. അവരമ്മയപ്പന്മാരെ വേദനിപ്പിക്കാതെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത പോലും അവരുന്ന് മാറി. അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞു പോകുന്നു, അവരുടെ കണ്ണുകൾ അന്ധമായി പോകുന്നു. ഈ ഒരു തലമുറയോടും എല്ലാ ആ പ്രായത്തിൽ കർത്താവ് അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്തെടുക്കാൻ ദൈവാത്മാവിൽ ഒരു വേലി കെട്ടാൻ കുടുംബങ്ങളെ പഠിപ്പിക്കണം. മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ് ചെറുപ്പം തൊട്ടേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തലമുറകളിലേക്ക് വരാൻ പോകുന്ന ഓരോ വ്യക്തിയും വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവൻ്റെ പേര് പുസ്തകത്തിൽ എഴുതിയവർ മാത്രമേ കടന്നു വരാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ അല്ലാത്തതൊക്കെ പിന്നെ അത് ഭാരമായി മാറും. എന്നാൽ ഇതിൻ്റെ തീഷ്ണത എത്രമാത്രം ആഴമേറിയതാണ്. ഈ കുഞ്ഞുങ്ങളൊരു പ്രോമിസ് ചെയ്യുമ്പം അത് പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹം കൂടെ കൊടുത്ത് ഡിവോഴ്സ് എന്ന് പറയുന്ന ശാപം ഭവനത്തിൽ കയറരുതേ എന്ന് പ്രാർത്ഥിക്കാനും കൂടെ ഉള്ള കൃപ കൊടുക്കണം. ഓരോ വ്യക്തിയും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും. നിലനിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടാക്കാൻ ഞങ്ങളുടെ അടുത്ത തലമുറകളെ പഠിപ്പിച്ചെടുക്കണം, അവരുടെ തലമുറകളെ പഠിപ്പിച്ചെടുക്കണമേ. അതിനത് ചെയ്യാൻ പോകുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.